കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 ഫൈലം പഠിച്ചു. ഇത് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് ഫൈലം അനലിഡ ആണ്. ഈ നിങ്ങളെ അതിന്റെ നോട്ട് എടുത്ത് നോക്കുക. ഫൈലം അനലിഡ ഞാൻ നോട്ട് തന്നിട്ടുണ്ട്, അത് നോക്കുക. അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഫൈലം അനലിഡ എന്ന ഭാഗം എടുത്ത് നോക്കുക. അതിനകത്ത് ഓരോ പോയിന്റ് ആയിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പൊ ഫൈലം അനലിഡ എന്ന് പറയുന്നതും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫൈലമാണ്. കാരണം ഇതിൽ നിന്ന് നമുക്ക് യഥാർത്ഥത്തിൽ ടെക്സ്റ്റ് ബുക്കിലെ 3 എക്സാമ്പിളുകൾ അടുത്തൊരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ ആ ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗം ഇപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. പക്ഷെ അനലിഡയുടെ ക്യാരക്ടേഴ്സ് നമ്മൾ നന്നായി മനസ്സിലാക്കിയിരിക്കാം. അനലിഡയിലാണ് നമുക്ക് പരിചിതമായ ഒരു ജീവി എന്ന് പറഞ്ഞാൽ എർത്തുവമാണ്, മണ്ണിര. നിങ്ങൾക്കറിയാം എർത്തുവം ഈ ഗ്രൂപ്പിൽ വരുന്ന ജീവിയാണ് അനലിഡ. അപ്പൊ അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമ്മുടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ദേവി അക്വാട്ടിക്. ഈ ഫൈലം അനലിഡയിൽ വരുന്ന ജീവികൾ ഒന്നുകിൽ അക്വാട്ടിക് ആയിരിക്കും, വെള്ളത്തിൽ കാണുന്ന ജീവികൾ. ഏതൊക്കെയാകാം? മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ. ചിലത് മറൈൻ ആയിട്ടുള്ള ജീവികളുണ്ട്, അതുപോലെ ഫ്രഷ് വാട്ടർ ഉണ്ട്. അപ്പൊ നമ്മള് പിന്നെ അതുകൂടാതെ കുറച്ചെണ്ണം ടെറസ്ട്രിയലും ഉണ്ട്. ഇപ്പൊ നമ്മൾ നോക്കണം, ഈ ഫൈലം പുരോഗമിച്ച് വരുന്നതിനനുസരിച്ച് നമ്മൾ ആദ്യത്തെ ജീവികളെല്ലാം കടൽ ജീവികളായിരുന്നു, പിന്നെ ഫ്രഷ് വാട്ടറിലും വെള്ളത്തിൽ പിന്നെ കടൽ വെള്ളത്തിലും കാണുന്നു പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറയുന്നത് കരയിൽ കൂടെ കാണുന്ന ജീവികളെ കുറിച്ചാണ് കഴിഞ്ഞ 1-2 ഫൈലായിട്ട് പറയുന്നത്. അപ്പൊ അതുകൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. നമ്മളെപ്പോഴും ഫൈലം എന്ന് പറയുന്നത് മുകളിലോട്ട് വരുന്നതോറും അതിന്റെ ഹാബിറ്റാറ്റ് കൂടിക്കൂടി വരികയാണ്. ആദ്യത്തെ ജീവികൾ വെള്ളത്തിലായിരുന്നു, അല്ലെങ്കിൽ കടൽജലത്തിലായിരുന്നു. തുടർന്ന് കടൽജലത്തിലും ശുദ്ധജലത്തിലും ജീവിക്കുന്ന ജീവികളായി. ഇപ്പൊ നമ്മൾ കരയിൽ ജീവിക്കുന്ന ജീവികളെ കുറിച്ച് കൂടിയാണ് പഠിക്കുന്നതെന്ന് ഓർത്തോണം. അപ്പൊ ഇവിടുത്തെ ജീവിയുടെ പ്രത്യേകത ഇവ അക്വാട്ടിക് ഓർഗാനിസം ആണ്. അക്വാട്ടിക് ഓർഗാനിസം പറഞ്ഞാൽ മറൈനോ ഫ്രഷ് വാട്ടർ രണ്ടും ആകാം. പിന്നെ ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു ലാൻഡ് ഓർഗാനിസംസ്, അല്ലെങ്കിൽ കരയിൽ കാണുന്ന ജീവികളെയാണ് നമ്മൾ ടെറസ്ട്രിയൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാത്ത വാക്കുകൾ, ഈ ടെറസ്ട്രിയൽ എന്നൊക്കെ വാക്ക് പരിചയമില്ലാത്തതാണെങ്കിൽ അവിടെ ലാൻഡ് അനിമൽ എന്ന് എഴുതി വെച്ചോണം. അത് നിങ്ങൾക്ക് പെൻസിലുകൊണ്ട് മറ്റേ അന്നേരം തന്നെ നോട്ടി കുറിച്ച് വെക്കാം, പിന്നീട് വായിക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടി. കരയിൽ കാണുന്ന ജീവികളെ ഹാബിറ്ററ്റ് കരയിലാണെങ്കിലാണ് നമ്മൾ ഇതിനെ ടെറസ്ട്രിയൽ ഓർഗാനിസം എന്ന് പറയുന്നത്. പിന്നെ ഫ്രീ ലിവിംഗ് ഓർ പാരസൈറ്റിക്. കുറെ എണ്ണം ഫ്രീ ലിവിംഗ് ആണ്, സ്വതന്ത്രമായി ജീവിക്കുന്നതാണ്. കുറെ പാരസൈറ്റിക് ആണ്, മറ്റു ജീവികളെ ആശ്രയിക്കുന്ന പരാതങ്ങളാണ് കുറെ എണ്ണം. ഫ്രീ ലിവിംഗ് ഓർ പാരസൈറ്റ്. അപ്പൊ അതാണ് അതിന്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. പിന്നെ ജനറൽ ആയിട്ടുള്ള ക്യാരക്ടർ പറഞ്ഞാൽ ഫൈലം അനലിഡ. അപ്പൊ അതിന്റെ നോട്ടിൽ ഒരു തെറ്റാണത്. റേഡിയലി സിമെട്രിക്കൽ എന്നുള്ളത് തെറ്റാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് തിരുത്തുക. റേഡിയലി സിമെട്രിക്കൽ അല്ല, ബയലാട്രിക് സിമെട്രിക്കൽ ആണ്. ആ നോട്ട് അതെന്തോ എഴുതി ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയാണ്. അനലിഡ റേഡിയലി സിമെട്രിക്കൽ അല്ല. ശ്രദ്ധിച്ചല്ലോ എല്ലാവരും? റേഡിയലി സിമെട്രിക്കൽ അല്ല, ബൈലാറ്ററൽ സിമെട്രിക്കൽ എന്ന് മാറ്റുക. നോട്ടിൽ എന്തോ തെറ്റുപറ്റിയാണ്. നേരത്തെ മറ്റുള്ളത് ഇങ്ങോട്ട് കോപ്പി എടുത്തെടുക്കുമ്പോൾ പറ്റുന്നതാണ്. റേഡിയലി സിമെട്രിക്കൽ അല്ല, ബൈലാറ്ററൽ സിമെട്രിക്കൽ ആണ്. പിന്നെ ട്രിപ്പിൾപ്ലാസ്റ്റിക് ഓർഗാൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഓർഗാൻ സിസ്റ്റം പൂർണ്ണമായി. ഇനി മുതൽ എല്ലാ ജീവികളിലും ഓർഗാൻ സിസ്റ്റം ലെവലാണ്, ട്രിപ്പിൾപ്ലാസ്റ്റിക് ആണ്. പിന്നെ ഈ ജീവികളിൽ ഒരു പ്രത്യേകതയാണ് മെറ്റാമറിക്കലി സെഗ്മെന്റഡ് ആൻഡ് സീലോമേറ്റ് ആനിമൽസ്. മെറ്റാമറിക്കലി സെഗ്മെന്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ അതിനകത്ത് കാണിച്ചിരുന്ന 2 ചിത്രങ്ങൾ നോക്കിയും ആ 2 ചിത്രങ്ങളിലും അവയുടെ ശരീരത്തിന് കുറുകെ ധാരാളം വരകൾ കാണാം നമുക്ക്, അല്ലേ? ആ വരകൾ എന്ന് പറയുന്നത് അതിന്റെ സെഗ്മെന്റ്സ് ആണ്. മണ്ണിരയിലൊക്കെ കാണുന്നത് അതിന്റെ പുറമെ കാണുന്ന ആ കളകളെയാണ് നമ്മൾ സെഗ്മെന്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ അത് ഈക്വൽ സെഗ്മെന്റ്സ്, ഏകദേശം ഒരേ വലിപ്പമുള്ള സെഗ്മെന്റ്സ് ആയിട്ട് നമ്മൾ മെറ്റാമറിക്കൽ സെഗ്മെന്റ്സ് എന്ന് പറയുന്നത്. അതായത് ആ ജീവികളുടെ ശരീരത്തിൽ ധാരാളം അവയവം, ഓരോ സെഗ്മെന്റ്സിലും ഒരേ അവയവങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരും. ഇപ്പൊ നമ്മുടെ ശരീരത്തിലെ പോലെ ഇപ്പൊ ഹൃദയം ഒരു ഭാഗത്ത് കാണുന്നു, അല്ലെങ്കിൽ കിഡ്നി ഒരു ഭാഗത്ത് കാണുന്നു, അങ്ങനെയല്ല. ഇത്തരം ജീവികളിൽ അവരുടെ ശരീരത്തിലെ അവയവങ്ങൾ, ഓർഗൻ സിസ്റ്റം ഉണ്ടെങ്കിലും ഒരേ അവയവങ്ങൾ തന്നെ ശരീരത്തിൽ പല ഭാഗത്ത്. ഇപ്പം അവരുടെ ഉദാഹരണത്തിന് നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, അനലിഡ അല്ലെ മണ്ണിരയുടെ ഒക്കെ എക്സ്ക്രീറ്റ് ഓർഗൻ പേര് നെഫ്രീഡിയ എന്നാണ്. ആ വാക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ നെഫ്രീഡിയ എന്ന് പറയുന്നത് ഓരോ സെഗ്മെന്റ്സിലും ആ നെഫ്രീഡിയ പോറുണ്ട്, അല്ലെങ്കിൽ ഓപ്പണിംഗ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതയാണ് ഇത്തരം ജീവികളിൽ കാണുന്നത്. അതായത് ഇത്തരം ജീവികളിൽ അവരുടെ ശരീരത്തിലെ പല സെഗ്മെന്റ്സിലും ഒരേ തരത്തിലുള്ള ഓർഗൻ റിപ്പീറ്റ് ചെയ്ത് വരും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ മെറ്റാമറിക്കലി സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഈക്വൽ ആയിട്ട് സെഗ്മെന്റ്സ് ബോഡി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സീലോമേറ്റ് ആനിമൽ ആണ്. ഇനി മുതൽ നമ്മൾ പഠിക്കുന്ന എല്ലാ ഫൈലവും സീലോമേറ്റ് ആണ്. നമ്മൾ പറഞ്ഞു ആസ്റ്റൽമിന്തസ് എന്ന് പറയുന്ന ഫൈലം നമ്മൾ പറഞ്ഞു അത് സീഡോ സീലോമേറ്റ് ആണ്. അപ്പം ഒരു ഫൈലമാണ് നമുക്ക് സീഡോ സീലോമേറ്റ് ആയിട്ട് പഠിക്കാനുള്ള ആസ്റ്റൽമിന്തസ് മാത്രം. ഇനി നമ്മൾ പഠിക്കുന്ന ഇനി അനലിഡ മുതൽ അങ്ങോട്ട് അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്ടോഡോമേറ്റ, ഹെമികോഡേറ്റ, കോഡേറ്റ എന്നീ ഫൈലങ്ങളെല്ലാം തന്നെ സീലോമേറ്റ് ആനിമൽസ് ആണ്. അത് നമ്മൾ പറഞ്ഞുപോകണം. അപ്പം ഇവയുടെ പ്രത്യേകം നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട ഒരു പോയിന്റ് ആണ് മെറ്റാമറിക്കലി സെഗ്മെന്റഡ് ആൻഡ് സീലോമേറ്റ് ആനിമൽസ്. മെറ്റാമറിക്കലി സെഗ്മെന്റഡ് ആണ്, സീലോമേറ്റ് ആനിമൽസ്. ആ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യണം. അനലിഡയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അത്, മെറ്റാമറിക്കലി സെഗ്മെന്റഡ് ബോഡി, അതുപോലെ സീലോമേറ്റ് ആനിമൽസ്. ഒരു അനലിഡയെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ മെറ്റാമറിക്കൽ സെഗ്മെന്റേഷൻ ആണ്. ശരീരം മുഴുവൻ മെറ്റാമറിക്കലി സെഗ്മെന്റഡ് ആയിട്ട് കാണുന്നു. അതിന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത പോയിന്റ് നോക്കുക. Their body surface is marked out into segments or metameres and hence the name annelida. അതിന്റെ ശരീരത്തിന് ആ രീതിയിൽ മെറ്റാമറിക് സെഗ്മെന്റ്സ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ അനലിഡ എന്ന് പറയുന്നത്. കാരണം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ലാറ്റിൻ ഭാഷയിൽ അനുലസ് എന്ന് പറഞ്ഞാൽ ലിറ്റിൽ റിംഗ് എന്നാണ്. ചെറിയ റിംഗുകൾ എന്നർത്ഥം. റിംഗ് പോലെയാണ് അതിന്റെ ശരീരം കാണുന്നത്. ലിറ്റിൽ റിംഗ് എന്നാണ് അനുലസ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അനലിഡ എന്ന വാക്ക് വന്നിരിക്കുന്നത്. സോ ദ ബോഡി ഈസ് ഡിവൈഡഡ് ഇൻടു സെഗ്മെന്റ്സ് ഓർ മെറ്റാമിയേഴ്സ്. അതുകൊണ്ടാണ് അവയെ നമ്മൾ അനലിഡ എന്ന് പറയുന്നത്. അതാണ് ഈ മെറ്റാമറിക്കൽ സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പോയിന്റ് ആണ് മെറ്റാമറിക്കലി സെഗ്മെന്റഡ്.
കഴിഞ്ഞ ഫലത്തിൽ ആസ്റ്റർമിന്തസ് എന്ന് പറഞ്ഞ ക്രോസ് സെക്ഷണൽ റൗണ്ട് ആണെന്ന് പറയും. ഇത് അങ്ങനെയല്ല, ദേ ആർ മെറ്റാമറിക്കലി സെഗ്മെന്റഡ്. സെഗ്മെന്റേഷൻ ശരീരത്തിൽ മുഴുവനും ഉണ്ട്. അതാണ് ഈ അനലിഡ എന്ന് പറയുന്ന ഫൈലത്തിന്റെ പ്രത്യേകത. സോ their body surface is marked out into segments or metalayers and hence the name annelida. അതാണ് അവയുടെ ഒരു പോയിന്റ്. ഇനി മറ്റൊന്ന്, എ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ഈസ് പ്രസന്റ്. നമ്മൾ പറഞ്ഞു ഓർഗൻ സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. ഇവിടെ ഒരു ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. അനലിഡയിൽ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. നമ്മൾ രണ്ടുതരം സർക്കുലേറ്ററി സിസ്റ്റം പറഞ്ഞു. അതൊക്കെയാണ് ഓപ്പൺ സർക്കുലേഷൻ ഉണ്ട്, ക്ലോസ്ഡ് സർക്കുലേഷൻ ഉണ്ട്. അനലിഡയിൽ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ മണ്ണിര എന്ന് പറഞ്ഞ ചെറിയ ജീവിയാണെങ്കിൽ അതിന്റെ ശരീരത്തിൽ ബ്ലഡ് വെസൽസ് ഉണ്ട്. ആ ബ്ലഡ് വെസൽസിലൂടെയാണ് രക്തം ഒഴുകുന്നത്. അതുകൊണ്ട് അതിന്റെ സർക്കുലേറ്ററി സിസ്റ്റം ക്ലോസ്ഡ് ആണ്. അതും നമ്മൾ നോട്ട് ചെയ്യണം. അടുത്ത മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് എ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ആണ് പറഞ്ഞത് മെറ്റാമറിക്കലി സെഗ്മെന്റഡ് ആൻഡ് സീലോവേറ്റ് ആനിമൽസ്. മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് എ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം പ്രസന്റ്. ഇനി ദേ പോസസ് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലർ മസിൽ വിച്ച് ഹെൽപ്പ് ഇൻ ലോക്കോമോഷൻ. മറ്റു പ്രത്യേകത, മണ്ണിലേക്ക് സഞ്ചരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞാണ് പോകുന്നത്, മണ്ണിലൂടെ ഇഴഞ്ഞ് നീങ്ങുന്നുണ്ട്. അതിങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ബലം കൊടുത്ത് മുന്നോട്ട് നീങ്ങുന്ന നിങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെ നീങ്ങുന്നതിന്റെ കാരണം അതിന്റെ ശരീരത്തിലെ മസിലുകളാണ്. ആ മസിലുകൾ രണ്ട് തരത്തിലുണ്ട്. എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലർ മസിൽസ്. അങ്ങനെ പറഞ്ഞാൽ അറിയാമോ? ലോഞ്ചിറ്റ്യൂഡിനൽ സർക്കുലർ മസിൽസ്. അതായത് മസിലുകൾ രണ്ട് തരത്തിലുണ്ട് ഇവയുടെ ശരീരത്തിൽ. നമ്മുടെ ശരീരത്തിലല്ല, ഇവിടെ. ഒന്ന് ലോഞ്ചിറ്റ്യൂഡ്. ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ലെങ്തിലുള്ളത്, നീളത്തിലുള്ളത്. ശരീരം നമ്മൾ നീളത്തിലല്ലേ കാണുക. മണ്ണിരയുടെയൊക്കെ ശരീരം നോക്കിയാൽ ഇപ്പം ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന രണ്ട് ജീവികൾ, നീരിസും ഹിരുഡിലും, രണ്ടിന്റെ ശരീരം നീളത്തിലാണ്. ആ നീളത്തിൽ, ശരീരത്തിന് നേരെ നീളത്തിൽ തന്നെ കാണുന്ന മസിലുകളെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡൽ മസിൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സർക്കുലർ മസിൽസ് ഉണ്ട്. സർക്കുലർ എന്ന് പറഞ്ഞാൽ വട്ടത്തിൽ കാണുന്ന മസിലുകൾ, തിരിച്ച് റൗണ്ട് റൗണ്ട് ആയി റിങ്ങിനനുസരിച്ച് കാണുന്ന മസിലുണ്ട്. അങ്ങനെ രണ്ടു തരം മസിൽ. ഈ മസിലുകളാണ് അവയ്ക്ക് ശരിക്കും മൂവ്മെന്റിന് സഹായിക്കുന്നത്. അപ്പൊ ലോക്കോമോഷന് സഹായിക്കുന്ന അവയുടെ മസിലുകളാണ് ഈ ലോഞ്ചിറ്റ്യൂഡൽ ആൻഡ് സർക്കുലർ മസിൽസ്. സോ ദേ പോസസ് ലോഞ്ചിറ്റ്യൂഡൽ ആൻഡ് സർക്കുലർ മസിൽസ് വിച്ച് ഹെൽപ്പ് ഇൻ ലോക്കോമോഷൻ. ലോഞ്ചിറ്റ്യൂഡൽ സർക്കുലർ മസിൽസ് ഉണ്ട്, അതാണ് അവയ്ക്ക് ലോക്കോമോഷനെ സഹായിക്കുന്നത്. അത് നോക്കിയിരിക്കുക. ഇനി അക്വാട്ടിക് അനലിഡ്സ് ലൈക്ക് നീരിസ് പോസസ് ലാറ്ററൽ അപ്പൻഡേജസ് പാരാപോഡിയ വിച്ച് ഹെൽപ്പ് ഇൻ സ്വിമ്മിങ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് ചെയ്യണം. ഈ നമ്മുടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ജീവിയാണ് നമ്മൾ എന്താ പറയാ നീരിസ് എന്ന് പറയുന്നത്. അതൊരു അക്വാട്ടിക് അനലിഡാണ്. എന്ന് പറയുന്നത് എന്താ? വെള്ളത്തിൽ കാണുന്ന അനലിഡാണ്. അപ്പൊ അക്വാട്ടിക് അനലിന്റെ എക്സാമ്പിൾ ആയിട്ട് ഓർക്കണം നീരിസ് എന്ന് പറഞ്ഞ ജീവി. അക്വാട്ടിക് അനലിഡാണ് നീരിസ് വിച്ച് പോസസ് ലാറ്ററൽ അപ്പൻഡേജസ്. അതിന്റെ ശരീരത്തിന്റെ വശങ്ങളിൽ നിങ്ങൾക്ക് കാലുകൾ പോലെ ചില ഭാഗങ്ങൾ കാണാം, ഇരുവശങ്ങളിലേക്കും പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. അതിനെ ലാറ്ററൽ അപ്പൻഡേജ്, അതിനെയാണ് പാരാപോഡിയ എന്ന് പറയുന്നത്. വിച്ച് ഹെൽപ്പ് ഇൻ സ്വിമ്മിങ്. ജലത്തിലുള്ള ജീവിയാണ്, അതിന് സ്വിമ്മിങ്ങിന് സഹായിക്കുന്നത്. അപ്പൊ നീരിസ് എന്ന് പറഞ്ഞ ജീവിക്ക് സ്വിമ്മിങ്ങിന് സഹായിക്കുന്ന ഓർഗനുകളെയാണ് നമ്മൾ പാരാപോഡിയ എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ബോഡി കാണുന്ന ലാറ്ററൽ അപ്പൻഡേജസ്. ആ ഒരു പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, നീരിസ് ഒരു അക്വാട്ടിക് അനലിഡ് എക്സാമ്പിൾ ആണ്. ജലത്തിൽ കാണുന്ന അനലിഡ് എക്സാമ്പിൾ ആണ് നീരിസ്. മറ്റൊന്ന്, അതിന്റെ ലാറ്ററൽ അപ്പൻഡേജിന്റെ പേര് ആണ് പാരാപോഡിയ. മറ്റൊരു പ്രത്യേകമാണ് പാരാപോഡിയ യൂസ്ഡ് ഇൻ സ്വിമ്മിങ്. അത് സ്വിമ്മിങ്ങിന് വേണ്ടി, അതിന്റെ ലോക്കോമോട്ടീവ് ഓർഗനാണ്, അത് നീന്താൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ ആ ഒരു പോയിന്റ് വരുന്നുണ്ട്. അപ്പൊ ആ പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കും. അക്വാട്ടിക് അനലിഡ്സ് ലൈക്ക് നീരിസ് possess lateral appendages called parapodia which help in locomotion. അത് കണ്ടല്ലോ. ഇനി ഞാൻ മറ്റൊരു പറയാം. നമ്മളിപ്പോ ഈ നിങ്ങൾ എർത്തുമേ കണ്ടിട്ടുണ്ട്, മണ്ണിരയെ കണ്ടിട്ടുണ്ട്. മണ്ണിരയ്ക്ക് ഇങ്ങനെ അപ്പൻഡേജ് ഉണ്ടോ? ഈ പാരാപോഡിയ പോലെ സഞ്ചരിക്കാൻ വേണ്ടി അപ്പൻഡേജസ് വല്ലതും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കാലുണ്ടോ? അതിന് കണ്ടിട്ടില്ല. പക്ഷേ മണ്ണിരയുടെ ശരീരത്തിൽ സീറ്റ എന്നറിയപ്പെടുന്ന ലോക്കോമോട്ടീവ് ഓർഗൻ ഉണ്ട്. അതിനും മണ്ണിൽ ഉറച്ചയ്ക്ക് വേണ്ടി കാല് പോലെ ഒരു സാധനം ഉണ്ട്. വളരെ ചെറുതായതുകൊണ്ട് നമ്മളത് കാണാത്തത്. സീറ്റ എന്നാണ് അതിന് പറയുന്നത്. അത് സ്കിന്നിന് പുറത്തോട്ട് അതിങ്ങനെ അരിഞ്ഞു പോകുമ്പോൾ അത് മണ്ണിൽ ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സീറ്റ എന്ന് പറഞ്ഞ ഒരു ഭാഗം അതിനുമുണ്ട്. അപ്പൊ അതും നമ്മൾ ഇവിടെ നമുക്ക് അത് ആവശ്യമില്ല. ഇവിടെ നമ്മൾ പാരാപോഡിയ ഓർത്താൽ മതി. പാരാപോഡിയ എന്ന് പറയുന്നതാണ് ശരിക്കും നീരിസിൽ കാണപ്പെടുന്ന അതിന്റെ ലോക്കോമോട്ടീവ് ഓർഗൻ, സ്വിമ്മിംഗ് ഓർഗൻ എന്ന് പറയുന്നത്. ആ പേര് നിങ്ങൾ ഓർത്തില്ല. മറ്റൊരു പ്രത്യേകത പോയിന്റ് ആണ് നെഫ്രീഡിയ ഹെൽപ്പ് ഇൻ ഓസ്മോ റെഗുലേറ്ററി എക്സ്ക്രീഷൻ. നെഫ്രീഡിയാണ് ഇവയുടെ ഓസ്മോ റെഗുലേറ്ററി എക്സ്ക്രീറ്ററി ഓർഗൻ. അതായത് ശരീരത്തിലെ ഓസ്മോ റെഗുലേഷൻ എന്താ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഓസ്മോ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ സോൾട്ട് ബാലൻസ്. ജലവും ലവണങ്ങളും തമ്മിലുള്ള ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് ഓസ്മോ റെഗുലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പിന്നീട് പഠിക്കും, എന്താണെന്ന് വിശദമായി പഠിക്കും. അപ്പൊ നിങ്ങൾ ആ വാക്കിനൊക്കെ മീനിങ് ഓർത്ത് വെച്ചോണം. ഒരു പ്രാവശ്യം പറയുന്നത് പിന്നെ നമുക്ക് വരുന്നതുകൊണ്ട് ആ വാക്കിന്റെ മീനിങ് നിങ്ങൾ ഓർത്തോ. ഓസ്മോ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ സോൾട്ട് ബാലൻസ് ആണ്. ജലവും ലവണങ്ങളും തമ്മിലുള്ള തുലനമില്ല, ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ആ പ്രോസസ് ഞാൻ ഓസ്മോ റെഗുലേഷൻ പറഞ്ഞത്. അതിനുപയോഗിക്കുന്ന ഓർഗനാണ് നെഫ്രീഡിയ. മറ്റൊന്ന് എക്സ്ക്രീഷൻ ആണ്. വിസർജ്ജ വസ്തുക്കളെ പുറന്തള്ളുന്നതും നെഫ്രീഡിയ വഴിയാണ്. അപ്പൊ നെഫ്രീഡിയാണ് വിസർജ്ജ വസ്തുക്കളെ പുറന്തള്ളുന്ന സഹായിക്കുന്ന ഓർഗൻ. അതും ഇമ്പോർട്ടന്റ് ആണ്. അന്നലിഡയുടെ എക്സ്ക്രീറ്ററി ഓർഗനാണ് നെഫ്രീഡിയ. അപ്പൊ നമ്മളിപ്പം ഇമ്പോർട്ടന്റ് ആയിട്ട് 4 പോയിന്റ് പറഞ്ഞു. ഒന്ന്, മെറ്റാമറിക്കലി സെഗ്മെന്റഡ് ആൻഡ് സിലോമേറ്റ് എന്ന് പറഞ്ഞൊരു പോയിന്റ് പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് എ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണുള്ളത്. മൂന്നാമത്തെ പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത് അക്വാട്ടിക് അനിമൽസ് ലൈക്ക് നീരിസ് പോസസ് lateral appendages called parapodia which help in swimming എന്ന് പറഞ്ഞു. അടുത്ത പോയിന്റ് ആണ് നെഫ്രീഡിയ ഹെൽപ്പ് ഇൻ ഓസ്മോ റെഗുലേഷൻ ആൻഡ്
എസ്ക്രീഷൻ. ഇനി ഈ ഫൈലം മുതൽ മറ്റൊരു പ്രത്യേകത, ന്യൂറൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് പെയർഡ് ഗാംഗ്ലിയ കണക്ടഡ് ബൈ ലാറ്ററൽ നെർവ്സ് ടു ഡബിൾ വെൻട്രൽ നെർവോൺ. അതായത് ഈ ജീവികളിൽ അവയുടെ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡി വ്യവസ്ഥ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അതിന് അകത്ത് ധാരാളം ഗാംഗ്ലിയാണ്. അങ്ങനെ കേട്ടിട്ടില്ലേ ഗാംഗ്ലിയ? ഗാംഗ്ലിയ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂറോണുകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ദ ന്യൂറോൺസ്, നെർവ് സെൽസ് അല്ലെ. ഒരു ജീവിയുടെ നെർവ് സിസ്റ്റത്തിനകത്ത് ധാരാളം ന്യൂറൽ സെൽസ് അല്ലെങ്കിൽ നെർവ് സെല്ലുകളുണ്ട്. നെർവ് സെൽസ് അവയെ നമ്മൾ ന്യൂറോണുകൾ എന്നാണ് പറയുന്നത്. അതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ന്യൂറോണുകൾ പല രീതിക്കാണ്. ഒരു ന്യൂറോൺ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ന്യൂറോണിന്റെ സ്ട്രക്ചർ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആക്സോൺ, ഡെൻഡ്രോൺ, ആക്സോണൈറ്റ്, ഡെൻഡ്രൈറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ പറയുന്നതൊക്കെ നമ്മൾ ഒരു ന്യൂറോണാണ്. അങ്ങനെയുള്ള കുറെ ന്യൂറോണുകൾ ഒന്നിച്ചു ചേർന്ന് കാണുമ്പോൾ അതിന് ഒരു മെമ്പറൈൻ കൂടെ വരും. കുറെ ന്യൂറോണുകൾ ഒന്നിച്ചു ചേർന്ന് അതിനെ ഒരു മെമ്പറൈൻ കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണെങ്കിൽ സാധാരണ ഗോളാകൃതിയിലാണ് കാണുക, സ്പെറിക്കൽ ഷേപ്പിൽ കാണുന്ന അതിനെയാണ് നമ്മൾ ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ഇപ്പൊ നമുക്കാണെങ്കിൽ നമ്മുടെ നട്ടലിന്റെ ഇരുവശങ്ങളിൽ സാധാരണ ഗാംഗ്ലിയോൺസ് ഉണ്ട്. അപ്പൊ ഗാംഗ്ലിയോൺ എന്ന് പറഞ്ഞാൽ അതാണ്, ഒരു ന്യൂറൽ സെന്റർ ആണത്. ദാറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് തന്നിരിക്കുകയാണ് ഗാംഗ്ലിയോൺ എന്നുള്ളത്. എ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺ, അതാണ് ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത്. ഒരു കൂട്ടം ന്യൂറോണുകൾ, അതാണ് ഗാംഗ്ലിയോൺ. ഗാംഗ്ലിയോൺ നേർവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നാഡി. നാഡി എന്ന് പറഞ്ഞാൽ എന്താ? നാഡി എന്ന് പറയുന്നത് ചിലപ്പം നിരവധി ന്യൂറോൺ ഉണ്ടാവും, പക്ഷെ അത് ലെങ്തിലാണ് കാണുന്നത്. ഇപ്പൊ നമ്മുടെ തലയിൽ നിന്ന് ഒരു ഇമ്പൾസിനെ കാല് വരെ എത്തിക്കണമെങ്കിൽ ന്യൂറോണുകളിലൂടെയാണ് പാസ് ചെയ്യുന്നത് എന്ന് പഠിച്ചിട്ടുണ്ട്. ഇമ്പൾസ് പാസ് ചെയ്യുന്ന എപ്പോഴും ന്യൂറോണുകളിലൂടെയാണ്. പക്ഷെ അവരുടെ ന്യൂറോണുകൾ എന്താണ്? ഒരു ന്യൂറോണിനെ തുറന്ന് ഒരു ന്യൂറോൺ എന്ന രീതിയിൽ ന്യൂറോണുകൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി നീളത്തിൽ കാണുന്നു. അങ്ങനെ വരുന്നതാണ് നേർവ് അല്ലെങ്കിൽ നാഡി എന്ന് പറയുന്നത്. ഇതിനകത്ത് വ്യത്യാസമാണ്. ഗാംഗ്ലിയോൺ പക്ഷെ ഒരു സ്ഥലത്ത് കൂടി ഒരു ന്യൂറോണുകൾ ഒന്നിച്ചു ചേർന്ന് കൂടി കാണുന്നതാണ് ഗാംഗ്ലിയോൺ. പക്ഷെ നേർവ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോണിനെ കണക്ട് ചെയ്തുകൊണ്ട് അതിലേക്ക് മറ്റൊരു ന്യൂറോൺ വന്നിട്ട് ഇങ്ങനെ ഒരു ചെയിനായിട്ട് ഇങ്ങനെ പോകുന്നത്. നിങ്ങൾ പഠിച്ചിട്ടില്ല? അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സിനാപ്സ് ഒക്കെ കഴിഞ്ഞ പഠിച്ചാണ് നേർവില്ലാത്ത സിനാപ്സ് ഉള്ളത്. അതേ സിനാപ്സുകൾ നമുക്ക് ഗാംഗ്ലിയോണിലും കാണാം. പക്ഷെ ഗാംഗ്ലിയോൺ അത് കുറച്ചുകൂടി ഒന്നിച്ച് കാണുന്നത് അടുത്തടുത്ത് ഒരു ഭാഗത്ത് തന്നെയായിരിക്കും ഗാംഗ്ലിയോൺ കാണുന്നത്. അങ്ങനെയുള്ള അനേകം ഗാംഗ്ലിയോൺ ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ജീവിയുടെ പ്രത്യേകത അവയുടെ പെയർഡ് ഗാംഗ്ലിയാണ്. അതായത് അവയുടെ ശരീരത്തിന്റെ ഇരുവശങ്ങളുമായി മുകളിൽ മുതൽ താഴെ വരെ ഓരോ സെഗ്മെന്റ്സിലും പെയർഡ് ഗാംഗ്ലിയ ഉണ്ട്. ഒരു പെയർ ഗാംഗ്ലിയ വീതം കാണും. അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ഡബിൾ വെൻട്രൽ നെർവ് ഉണ്ട്. അതൊരു പ്രത്യേകത. എന്താണ് ഡബിൾ വെൻട്രൽ നെർവ് കോഡ് എന്ന് പറഞ്ഞാൽ? എന്താ? ഡബിൾ ആയിട്ട് കാണപ്പെടുന്ന ഒരു നെർവ് കോഡ് ശരീരത്തിൽ മുകളിൽ നിന്ന് താഴെ വരെ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ സ്പൈനൽ കോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? സുഷുപ്ന അല്ലെ. നമ്മുടെ തലച്ചോറിൽ നിന്ന് തുടങ്ങി താഴേക്ക് വരുന്ന നട്ടൽ തീരുന്ന വരെ കാണപ്പെടുന്ന ഒരു കുഴൽ പോലെ കാണുന്ന ഭാഗമാണ് സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുപ്ന എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? സ്പൈനൽ കോഡ് പഠിച്ചിട്ടുണ്ടല്ലോ. ആ സ്പൈനൽ കോഡ് നമ്മുടെ ശരീരത്തിലാണ്. പക്ഷെ അത് എവിടെയാണ് കാണുന്നത്? സ്പൈനൽ കോഡ് എവിടെയാണ് കാണുന്നത്? നമ്മുടെ ശരീരത്തിന്റെ ഡോർസൽ സൈഡിലാണ് അല്ലെ, പിൻഭാഗത്ത്. നമ്മുടെ തലയുടെ പുറകിലായിട്ടാണ് നമ്മൾ തലച്ചോറിന്റെ പുറകിൽ നമ്മളിപ്പോ നമ്മുടെ കഴുത്തിനോട് താഴേക്കാണ് ഈ സ്പൈനൽ കോഡ് കാണുന്നത്, പുറകോട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ പിറകിൽ കൂടിയാണ് സ്പൈനൽ കോഡ്. പക്ഷെ ഇവയുടെ ശരീരത്തിൽ വെൻട്രൽ നെർവ് കോഡാണ് എന്ന് പറഞ്ഞാൽ എന്താ? ശരീരത്തിന്റെ മുൻഭാഗത്താണ് നെർവ് കോഡ് കാണുന്നത്. അപ്പൊ നമുക്കിപ്പം മണ്ണിനെ പോലുള്ള ജീവികളിൽ നെർവ് കോഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രണ്ടിലാണ്. അതുകൊണ്ടാണ് വെൻട്രൽ നെർവ് കോഡ്, ഡബിൾ ആണ്, വെൻട്രൽ നെർവ് കോഡാണ്. അപ്പൊ അത് എന്റെ പ്രത്യേകതയാണ്. അപ്പൊ ന്യൂറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പേര് ഗാംഗ്ലിയ ഉണ്ട്, അത് ലാറ്ററൽ നെർവ് വഴി കണക്ട് ചെയ്തിരിക്കുന്നു. ഡബിൾ വെൻട്രൽ നെർവ് കോഡ് അത് വേറൊന്നുമില്ല, അതിന്റെ ശരീരത്തിന്റെ മധ്യം പിൻവശത്ത് മൊത്തം നീളത്തിൽ ഒരു ഡബിൾ വെൻട്രൽ നെർവ് കോഡ് ഉണ്ട്. അതിന്റെ ഇരുവശങ്ങളിലും ഓരോ സെഗ്മെന്റ്സിലും ഈ രണ്ട് ഗാംഗ്ലിയ കാണുന്നു, പേര് ഗാംഗ്ലിയ കാണുന്നു. അതിന് ആ ഗാംഗ്ലിയെ ഈ നെർവ് കോഡ് കണക്ട് ചെയ്യുന്നത് നെർവുകളാണ്, ലാറ്ററൽ നെർവ്. അത്ര മാത്രമേ ഉള്ളൂ. അത് ഇപ്പൊ നമുക്ക് അത് ഇമ്പോർട്ടന്റ് അല്ല. എൻട്രൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന പോയിന്റ് പഠിക്കണം. ന്യൂറൽ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു നമ്മൾ തിയറി പരീക്ഷിക്കാത്ത അത്ര വലിയ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് അല്ല. പിന്നെ നീരിസ് ആൻഡ് അക്വാട്ടിക് ഫോം ഈസ് ഡൈഷ്യസ്. നീരിസ് എന്ന് പറഞ്ഞ ജീവി ഡൈഷ്യസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈഷ്യസ് മെയിലും ഫീമെയിലും ഉണ്ട്. ബട്ട് എർത്തുവം ആൻഡ് ലീച്ചസ് ആർ മൊണീഷ്യസ്. പക്ഷേ എർത്തുവം, ലീച്ച് തുടങ്ങിയ ജീവികൾ മൊണീഷ്യസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ ജീവിയിൽ തന്നെ നമ്മൾ നേരത്തെ ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറഞ്ഞ പോലെ സെക്സ് ഓർഗാൻസ് ഒരേ ജീവിയിൽ തന്നെയാണ്. എർത്തുവമിലും അതെ, ലീച്ചിലും അതെ. മെയിലും ഫീമെയിലും വ്യത്യാസമില്ല. മെയിലും ഫീമെയിൽ എന്ന് പറയുന്നത് ഒരേ ജീവിയിൽ തന്നെ സ്പെയിൻസും ഓവും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ മൊണീഷ്യസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് എർത്തുവം, ലീച്ചും. അതൊക്കെ ഓർക്കണം. എർത്തുവം, ലീച്ചൊക്കെ മൊണീഷ്യസ് ആണെന്നൊക്കെ ഓർത്തിരിക്കണം. പിന്നെ റീപ്രൊഡക്ഷൻ സെക്ഷൽ. റീപ്രൊഡക്ഷൻ സെക്ഷൽ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഇത്തരം ജീവികളിൽ കാണുന്നത്. നമുക്കിവിടെ 3 എക്സാമ്പിളുകളാണ് പഠിക്കുന്നത്. ഒന്ന് നീരിസ്, നമ്മൾ പറഞ്ഞു അക്വാട്ടിക് ആനിമലായ നീരിസ്. അതിന്റെ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. നീരിസ് ചിത്രം ഐഡന്റിഫൈ അറിയണം. രണ്ടാമത്തെ ഫ്രെറ്റിമ അല്ലെങ്കിൽ എർത്തുവം. എർത്തുവമിന്റെ സയന്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ ഫ്രെറ്റിമ പോസ്റ്റുമ എന്നാണ്. നമ്മളിവിടെ ഫ്രെറ്റിമ എന്ന് പറയുന്ന പേര്. എർത്തുവമിന്റെ സയന്റിഫിക് നെയിമാണ് ഫ്രെറ്റിമ. പിന്നെ ഫിറുഡിനേറിയ, ബ്ലഡ് സക്കിംഗ് ലീച്ച്. നിങ്ങൾക്കറിയാമല്ലോ, രക്തം കുടിക്കുന്ന അട്ടയാണ് ഫിറുഡിനേറിയ. അതിന്റെ ചിത്രമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഫിറുഡിനേറിയ എന്ന് പറയുന്നത്. ലീച്ച് എന്നാണ് നമ്മൾ പറയുന്നത്. ലീച്ച് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമുക്ക് പ്രാക്ടിക്കൽ പഠിക്കാനുള്ളതാണ് ഈ ലീച്ച് എന്ന് പറയുന്ന ജീവി. ലീച്ച് നമുക്ക് പ്രാക്ടിക്കൽ റെക്കോർഡിലൊക്കെ വരയ്ക്കാനുള്ളതാണ്. ഫിറുഡിനേറിയ, ബ്ലഡ് സക്കിംഗ് ലീച്ച്. അപ്പൊ 3 എക്സാമ്പിളാണ്: നീരിസ്, ഫ്രെറ്റിമ, ഫിറുഡിനേറിയ. ലീച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ
മലമ്പ്രദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ രക്തം കുടിക്കുന്ന ഒരു അട്ടയില്ലേ, അതിനെയാണ് നമ്മൾ ലീച്ച് എന്ന്. ചെറിയ ജീവിയായിരിക്കും, നമ്മുടെ രക്തം കുടിച്ച് കഴിയുമ്പോൾ വീർത്ത് വരുന്ന ഒരു ജീവി. നമ്മുടെ സ്കൂളിൽ അതിൻ്റെ സ്പെസിഫിക്കൊക്കെ ഉണ്ട്, അത് നമ്മൾ പ്രാക്ടിക്കലൊക്കെ തുടങ്ങുമ്പോൾ കാണുന്നുണ്ട്. ലീച്ച് എന്ന് പറയുന്നത് ഫിറുഡേനേറിയ. ഈ കാണിപുരത്തോ കോട്ടമലയോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ഉൾപ്രദേശത്തൊക്കെ താമസിക്കുന്നവർക്കറിയാം, മലമ്പ്രദേശത്തൊക്കെ കാണും. മഴക്കാലത്ത് അല്ലെങ്കിൽ തണുപ്പുള്ള സമയത്തൊക്കെ നമ്മുടെ കാലിലൊക്കെ വന്നിരുന്ന രക്തം കുടിച്ച് വീർത്ത് വരുന്ന അട്ട, അതിനെയാണ് ലീച്ച് എന്ന് പറയുന്നത്. അത് മൂന്ന് ഇതിനകത്ത് എക്സാമ്പിളാണ്. അനിലിഡയുടെ എക്സാമ്പിൾ നീരിസ്, ഫ്രെറ്റിമ, ഫിറുഡേനേറിയ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അനിലിഡ എന്ന് പറയുന്ന ഫലത്തെ കുറിച്ച് പഠിക്കാം. അപ്പൊ അനിലിഡയിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാൻ ഒന്നുകൂടെ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞത് മെറ്റാമറിക്കലി സെഗ്മെന്റഡ് ബോഡിയാണ് സീലോമേറ്റ് ആനിമൽസ് ആണ്, ഒരു പോയിന്റ് പറഞ്ഞു. രണ്ടാമത്തത് എ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം പ്രസന്റ്, അതതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. മറ്റൊന്ന് പറഞ്ഞത് അക്വാട്ടിക് അനലിറ്റ്സ് ലൈക്ക് നീരിസ് പൊസസ് ലാറ്ററൽ അപ്പൻഡേജസ് കോൾഡ് പാരാപോഡിയ വിച്ച് ഹെൽപ്സ് ഇൻ സ്വിമ്മിങ്. പിന്നെ നെഫ്രീഡിയ ഹെൽപ്സ് ഇൻ ഓസ്മോറഗുലേഷൻ ആൻഡ് എസ്ക്രിപ്ഷൻ. ഇത്രയുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇത് പ്രധാനപ്പെട്ട പോയിന്റ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഐഡന്റിഫിക്കേഷൻ ഒക്കെ നമ്മൾ ഇത് മാത്രം പഠിക്കണമെന്നാണ്. പക്ഷെ ഇപ്പൊ പറഞ്ഞപ്പോൾ എർത്തുവ്യൂം ആൻഡ് ലീച്ചസ് ആർ മൊണീഷ്യസ് എന്നൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ ചില പരീക്ഷയ്ക്ക് ചോദിക്കാം. നമ്മളത് ഉപേക്ഷിക്കരുത്, അങ്ങനത്തെ ഭാഗങ്ങൾ അതൊക്കെ 1 മാർക്കിലേക്ക് ചോദിക്കാവുന്നതാണ്. അപ്പം ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞത് നമ്മൾ ഈ പൈലത്തിനെ കുറിച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഈ 4 പോയിന്റ് ഞാൻ പറഞ്ഞ മെറ്റാമറിക്കൽ സെഗ്മെന്റ് ബോഡിയാണ്, സീലോമേറ്റ് ആണ്, സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, അതിന്റെ നീരിസിനകത്ത് ലാറ്ററൽ അപ്പൻഡേജിന് പാരാപോഡിയ സ്വിമ്മിങ്ങിന് ഉപയോഗിക്കുന്നു, അതുപോലെ നെഫ്രീഡിയ അതിന്റെ എക്സ്ക്രീറ്ററി ലോക്കോമോട്ടറി ഓസ്മോറഗുലേറ്ററി ഓർഗനാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൂടാതെ നമ്മൾ വേറൊരു പോയിന്റ് ആണ് പറഞ്ഞത്, ഈ പിന്നെ എർത്തുവ്യൂം ലീച്ച് തുടങ്ങിയപ്പോൾ മൊണീഷ്യസ് ആണുള്ളത്. ഒരേ ജീവിയിൽ തന്നെ, അതായത് എർത്തുവ്യൂം ലീച്ച് എന്ന് പറയുന്നത് കുറച്ച് ഹയർ ജീവിയാണ്, കുറച്ച് ഉയർന്ന ചില ജീവിയാണ്. അതിൽ പോലും ചില ജീവികളിൽ ഈ സെക്സ് സെപ്പറേറ്റ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ആ ജീവികളിൽ മെയിൽ ഫീമെയിൽ സെക്സ് ഒക്കെ ഒരേ ജീവി തന്നെ കാണുന്നു. അങ്ങനത്തെ ഒരു ജീവിയാണ് ലീച്ചും എർത്തുവ്യൂം. ആ പോയിന്റും കൂടി വേണമെങ്കിൽ നമ്മളൊന്ന് നോട്ട് ചെയ്യുക. അപ്പൊ ഇത്രയും പോയിന്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അനിലിഡ എന്ന് പറയുന്ന ഫൈലത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആകും. അപ്പൊ ഞാൻ 1-2 പേരോട് ആ പോയിന്റിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ഈ ആർത്രോപോഡ എന്ന് പറയുന്ന ഫൈലം എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത? അപ്പൊ നമ്മൾ 7ാമത്തെ ഫൈലമാണ് ഫൈലം ആർത്രോപോഡ. ഇതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫൈലാണ്. നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് ഒരു എക്സാമ്പിൾ ആണ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് മറ്റൊരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. കോക്രോച്ച് അല്ലെങ്കിൽ പാറ്റ ഇതിനകത്തുനിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിളാണ്. അത് നമുക്ക് വളരെ വിശദമായി അതിന്റെ ക്യാരക്ടേഴ്സും എല്ലാ സിസ്റ്റവും പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫൈലത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്നത് ഈ ഫൈലത്തിലാണ്. അപ്പൊ ഫൈലം ആർത്രോപോഡ എന്ന് പറയുന്ന പ്രത്യേകത, ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഫൈലം ഓഫ് ആനിമൽ കിങ്ഡം. നമ്മൾ ഈ പഠിച്ച വിവിധ ഫൈലം നമ്മൾ പഠിച്ചു, അനിമൽ കിങ്ഡത്തിലെ വിവിധ ഫൈലം നമ്മൾ പഠിച്ചു. സോ അതിൽ ലാർജസ്റ്റ് ഫൈലം എന്ന് പറയുന്നത് ആർത്രോപോഡയാണ്. അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണെന്ന് അറിയാമല്ലോ, പറയുമ്പോൾ തന്നെ നമുക്കറിയാം. ദ ലാർജസ്റ്റ് ഫൈലം ഓഫ് ആനിമൽ കിങ്ഡം വിച്ച് ഇൻക്ലൂഡ് ഇൻസെക്ട്. എന്തുകൊണ്ടാണ് ഇത് ലാർജസ്റ്റ് ഫൈലം ആകുന്നതിന്റെ കാരണമാണ് പറഞ്ഞത് വിച്ച് ഇൻക്ലൂഡ് ഇൻസെക്ട്. നമ്മൾ ലോകത്തിൽ ആനിമൽസിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇൻസെക്ട്സ് ആണ്, അല്ലെങ്കിൽ ഷഡ്പദങ്ങളാണ്. ഇങ്ങനെ പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക്, നമ്മൾ വണ്ടുകളെ, അവയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ജീവികൾ. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു 10 ജീവികളെ പരിശോധിച്ചാൽ, നമ്മൾ ഒരു ഏരിയ എടുത്തിട്ട് ആ ഏരിയയിൽ കാണുന്ന 10 ജീവികളെ എടുക്കുന്നതായിരിക്കാം. ആ 10 ജീവികൾ എടുക്കുമ്പോൾ അതിൽ 7 ഇൻസെക്ട് ആയിരിക്കുന്നതാണ്. 10 ഇൻസെക്ട് ആണ്. അത്രയും ഇൻസെക്ടുകളുണ്ട്. അങ്ങനെ ഇൻസെക്ട് ആർത്രോപോഡയിൽ വരുന്നത് കൊണ്ടാണ് എന്ത് പറ്റുന്നത്, ആർത്രോപോഡ ഏറ്റവും വലിയ ആനിമൽ ഗ്രൂപ്പായി വരുന്നത്. സോ ദ ലാർജസ്റ്റ് ഫൈലം ഈസ് ആർത്രോപോഡ. ആർത്രോപോഡയാണ് ദ ലാർജസ്റ്റ് ഫൈലം. ആ പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ദ ലാർജസ്റ്റ് ഫൈലം ഓഫ് ആനിമൽ കിങ്ഡം ഈസ് ആർത്രോപോഡ. അത് ഓർത്തിരിക്കുക. അതിന്റെ കാര്യമാണ് ഓവർ 2/3 ഓഫ് ഓൾ നെയ്മഡ് സ്പീഷീസ് ഓൺ എർത്ത് ആർ ആർത്രോപോഡ്സ്. അതായത് ആകെയുള്ള ജീവജാലങ്ങളുടെ 3/2 ജീവികളും ആർത്രോപോഡ്സ് ആണ്. ആകെ നമ്മൾ ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ജീവികളിൽ 3/2 ജീവികളും ആർത്രോപോഡ് ഗ്രൂപ്പിലാണ് വരുന്നത്. അപ്പൊ ആർത്രോപോഡ്സ് ആകെയുള്ള ജീവജാലങ്ങളുടെ 3/2 ഭാഗവും ആർത്രോപോഡാണ്. അത് ഓർത്തിരിക്കുക. പിന്നെ ദേ ഹാവ് ഓർഗാൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ദേ ഹാവ് ഓർഗാൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. നമ്മൾ കഴിഞ്ഞ വരുമ്പോൾ അങ്ങനെ തന്നെയാണ് പോകുന്നത്. പിന്നെ ബൈലാറ്ററൽ സിമെട്രിക്കൽ, ട്രിപ്ലോബ്ലാസ്റ്റിക്, സെഗ്മെന്റഡ് ആൻഡ് സീലോമേറ്റ് ആനിമൽസ്. നമ്മൾ ഈ വണ്ടികൾ ആ ചിത്രങ്ങളൊക്കെ നോക്കിയാൽ സെഗ്മെന്റേഷൻ ഒന്നും കാണാം. പക്ഷെ നേരത്തെ പോലെ മെറ്റാമറിക്കലി സെഗ്മെന്റഡ് അല്ല ഇവ. അതാണ് ഓർക്കുന്നത്. ഇത് സെഗ്മെന്റഡ് ആണ്, ബട്ട് മെറ്റാമറിക്കലി സെഗ്മെന്റഡ് അല്ല. മനസ്സിലായല്ലോ? അതായത് ഈക്വൽ സെഗ്മെന്റ്സ് അല്ല. അതാണ് വ്യത്യാസമുള്ളത്. അപ്പൊ ബൈലാറ്ററൽ സിമെട്രിക്കൽ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സെഗ്മെന്റഡ് ആണ്, സീലോമേറ്റ് ആണ്. പിന്നെ ദ ബോഡി ഓഫ് ആർത്രോപോഡ്സ് ഇസ് കവേർഡ് ബൈ എ കൈറ്റിനസ് എക്സോസ്കെലറ്റൻ. ആ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ദ ബോഡി ഓഫ് ആർത്രോപോഡ് ഈസ് കവേർഡ് ബൈ കൈറ്റിനസ് എക്സോസ്കെലറ്റൻ. എന്താണ് ഈ കൈറ്റിനസ് എക്സോസ്കെലറ്റൻ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ വണ്ടുകളുടെ ഒക്കെ പുറന്തോട് കണ്ടിട്ടുണ്ടാവും. വണ്ടുകളുടെ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഇതിനകത്ത് വരുന്നതാണ് ഞണ്ടൻ, ക്രാബ്, അറിയാമോ? ക്രാബിന്റെ പുറന്തോട് കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചെമ്മീൻ, അതിന്റെ പുറന്തോട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ചെമ്മീൻ്റെ ചിത്രമൊക്കെ കാണുന്നുണ്ട് ഇതിനകത്ത് വണ്ടുകളുടെ, അതൊക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ അതിനകത്ത് കൊടുത്തിരുന്ന സ്കോർപ്പിയോ, തേള് അല്ലെ, അങ്ങനെയൊക്കെയുള്ള ജീവികളുടെ പുറന്തോട് കണ്ടു കഴിഞ്ഞാൽ ആ ജീവികളുടെ എല്ലാം പ്രത്യേകത എന്താ, അവയുടെ പുറത്ത് ഒരു കട്ടിയുള്ള പുറന്തോടുണ്ട്. അതിനെയാണ് നമ്മൾ കൈറ്റിനസ് എക്സോസ്കെൽറ്റൻ എന്ന് പറയുന്നത്. കൈറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീന്റെ പേരാണ്. കൈറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടാക്കിയ ഒരു എക്സോസ്കെൽറ്റൻ. സ്കെൽറ്റൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിലേക്ക് എൻഡോസ്കെൽറ്റൻ ആണ് എന്ന് പറഞ്ഞാൽ എന്താ, ശരീരത്തിനകത്താണ് സ്കെൽറ്റൻ കാണുന്നത്. ഇവയുടെ ശരീരത്തിൽ പുറമെയാണ് അവയുടെ പുറന്തോട് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ എക്സോസ്കെൽറ്റൻ എന്ന് പറയുന്നത്. സോ ഇത് കൈറ്റിനസ് എക്സോസ്കെൽറ്റൻ ആണ്. കൈറ്റിൻ കൊണ്ട് നിർമ്മിച്ച ഒരു എക്സോസ്കെൽറ്റൻ ഈ ആർത്രോപോഡ ഗ്രൂപ്പിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. സോ അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. ദ ബോഡി ഈസ് കവേർഡ് ബൈ എ കൈറ്റിനസ് എക്സോസ്കെൽറ്റൻ. ബോഡിക്ക് പുറമെ ഒരു കൈറ്റിനസ് ആയിട്ടുള്ള കൈറ്റിൻ കൊണ്ട് നിർമ്മിച്ച ഒരു എക്സോസ്കെൽറ്റൻ ഉണ്ട്. പുറന്തോടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സോസ്കെൽറ്റൻ എന്ന് പറഞ്ഞാൽ. പുറന്തോടുണ്ട് എല്ലാ ആർത്രോപോഡുകൾക്കും. അതാണ് രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ ഓർത്തിരിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്. പിന്നെ ദ ബോഡി കൺസിസ്റ്റ് ഓഫ് ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. നമ്മൾ ഇതുവരെ പഠിച്ചതിലൊന്നും നമ്മൾ ഹെഡ് എന്ന് പറയുന്ന ഒരു ഓർഗനെ കുറിച്ച് പറഞ്ഞില്ല അല്ലെ. ഈ ഫൈലിൽ മുതലാണ് ഹെഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്നത്. സോ ദ ബോഡി കൺസിസ്റ്റ് ഓഫ് ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. നിങ്ങൾ ഇപ്പം ആ ജീവികളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മൂന്ന് റീജിയനുകൾ ഉണ്ടാവും. ഒന്ന് ഹെഡ്, തല ഉണ്ടാവും. എല്ലാ ജീവികൾക്കും തല എന്നൊരു ഭാഗമുണ്ട്. ഇത് തൊറാക്സ് എന്ന് പറയുന്നത് നമ്മൾ പറയാന്ന് പറഞ്ഞ ഔരസാശയം എന്ന് പറയും, എന്ന് പറയുന്നത് നമ്മുടെ നെഞ്ചിന്റെ ഭാഗം. പിന്നെ അബ്ഡോമൻ, ഉദരാശയം, വയറിന്റെ ഭാഗം. ഈ മൂന്ന് ഭാഗങ്ങൾ, ഇത്തരം ജീവികളെല്ലാം ഉണ്ട്, മൂന്ന് ഭാഗങ്ങൾ. അതുപോലെ ബോഡി ഡിവിഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ. ഈ ഗ്രൂപ്പ് മുതലാണ് ഇങ്ങനെ ബോഡി ഹെഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ബോഡി ഡിവിഷൻ നമ്മൾ പഠിക്കണം. ദ ബോഡി ഹാസ് 3 റീജിയൻസ്, ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. അത് ഓർത്തിരിക്കാം. ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ എന്നിങ്ങനെ 3 ബോഡി റീജിയൻസ് ഉണ്ട്. പിന്നെ they have jointed appendages. They have സാറില്ല സാറ് ഞാൻ കണ്ടായിരുന്നു, മെസ്സേജ് കണ്ടായിരുന്നു. കുഴപ്പമില്ല, അത് ഞാൻ കണ്ടായിരുന്നു. They have jointed appendages. They have jointed appendages. അവരുടെ അപ്പൻഡേജസ് അല്ലെങ്കിൽ കാലുകളൊക്കെ എങ്ങനെയാണ്, ജോയിന്റഡ് ആണ്. നമ്മൾ ഇപ്പൊ പാറ്റയുടെയോ നിങ്ങൾ കണ്ടിട്ടുള്ള ജീവികൾ, പാറ്റ അല്ലെങ്കിൽ മറ്റു വണ്ടുകൾ, ഇവിടെയൊക്കെ കാല് അല്ലെങ്കിൽ ഇപ്പൊ ഞണ്ടിന്റെ അങ്ങനെയൊക്കെയുള്ള ചെമ്മീനോ അതൊക്കെ എടുത്ത് നോക്കി അതിന്റെ കാലുകൾ നോക്കാൻ കുറെ കഷ്ണങ്ങൾ ചെയ്തതാണ് കാലുകൾ അല്ലെ. അതിനാണ് നമ്മൾ ജോയിന്റഡ്. അപ്പൻഡേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ കാലുകളാണ്, പാദം ജോയിന്റഡ് ആണ്. ഒരു നമ്മുടെ കാലിലൊക്കെ ഉള്ളല്ലോ, നമ്മൾ പക്ഷേ നമ്മുടെ കാലിൽ മടക്കുകളാണ്. ഇവിടെ അങ്ങനെയുള്ള ജോയിന്റ് ആണ്. അത് നമുക്ക് ഇങ്ങനെ ശരിക്കും ഇളക്കി മാറ്റാൻ പറ്റുന്ന ജോയിന്റുകളായിരുന്നു അവരുടെ ശരീരം. അങ്ങനെയുള്ള ജോയിന്റഡ് അപ്പൻഡേജസ്. ഈ ആർത്രോപോഡാന്റെ പേര് വരുന്നത് കൊണ്ടാണ് ജോയിന്റ് അപ്പൻഡേജ് പറഞ്ഞാൽ. എന്താ പറയുക, ആർത്രോസ് മീൻ ജോയിന്റ്. നിങ്ങൾ ആർത്രൈറ്റിസ് പറഞ്ഞ രോഗമൊക്കെ കേട്ടിട്ടുണ്ടാവും, വാദം വരുന്ന, അതൊക്കെ ജോയിന്റിൽ വരുന്ന തന്നെ ആർത്രോസ്. ആർത്രോസ് പറഞ്ഞാൽ ആർത്രോപോഡ എന്ന വാക്കിലെ ആർത്രോസ് എന്ന് പറഞ്ഞ ജോയിന്റ്, പോഡ എന്ന് പറഞ്ഞ അപ്പൻഡേജസ്. ഇനി അതുകൊണ്ട് ആരും പോഡ എന്ന് വിളിക്കണ്ട. പോഡ എന്ന് വിളിച്ചാൽ അതിന്റെ അർത്ഥം അപ്പൻഡേജസ് ആണ്, കാലുകൾ നടത്തുവാണ് അല്ലെ. അപ്പം നമ്മൾ ആർത്രോസ് പറഞ്ഞ ജോയിന്റ്, പോഡ എന്ന് പറഞ്ഞ അപ്പൻഡേജസ്. അപ്പൊ ആർത്രോപോഡ എന്ന് പറഞ്ഞാൽ ജോയിന്റ് അപ്പൻഡേജസ് ആണ്. കാലുകൾ ജോയിന്റ് ആയിട്ട് കാണുന്ന ജീവികളെയാണ് നമ്മൾ ആർത്രോപോഡ എന്ന് പറയുന്നത്. ആ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ജോയിന്റഡ് അപ്പൻഡേജ് ഉള്ള ജീവികളാണ് ആർത്രോപോഡ്സ്. അപ്പൊ ആർത്രോപോഡയുടെ ആ പ്രത്യേകത നമ്മൾ ഓർത്തിരിക്കണം. ദേ ഹാവ് ജോയിന്റഡ് അപ്പൻഡേജസ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഏതൊക്കെയാണ് പറഞ്ഞത്, ലാർജസ്റ്റ് ഫൈലമാണ്. പിന്നെ ബോഡി കവേർഡ് ബൈ കൈറ്റിനസ് എക്സോസ്കെൽറ്റൻ. ദ ബോഡി ഹാസ് ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ, 3 റീജിയൻ ഉണ്ട്. ദേ ഹാവ് ജോയിന്റഡ് അപ്പൻഡേജസ്. ഇവിടെ കുറെ പോയിന്റ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ റെസ്പിറേറ്ററി ഓർഗൻസ് ആർ, അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ, ശ്വസന അവയവങ്ങൾ. ഇവിടെയൊക്കെയാണ് അതൊക്കെ ഇപ്പം ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നുള്ളൂ. ഈ ഫൈലം മുതലാണ് ഇനി വരുന്നത്. ഏതൊക്കെയാണ്, ഗിൽസ് ഉണ്ട്. നിങ്ങൾക്കറിയാം ജലജീവികളിൽ കാണുന്നതാണ് ഗിൽസ് അല്ലെ. പിന്നെ ബുക്ക് ഗിൽസ്, ചില ജീവികളിൽ ബുക്ക് ഗിൽസ് എന്ന് പറഞ്ഞ അവയവങ്ങളുണ്ട്. ബുക്ക് ലങ്സ്, ഇതൊക്കെ നിങ്ങൾ കൂടി പഠിച്ചിട്ടുണ്ട്. ട്രക്കിയൽ സിസ്റ്റം ഇൻ ഇൻസെക്ട്സ്, ഈ ഇൻസെക്ട് കാണുന്ന ട്രക്കിയൽ സിസ്റ്റം ആണ്. അപ്പൊ ഇങ്ങനെ ഗിൽസ്, ബുക്ക് ലങ്സ്, ട്രക്കിയൽ സിസ്റ്റം എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള റെസ്പിറേറ്ററി ഓർഗൻസ് ഉള്ള ഫൈലമാണ് ഈ ആർത്രോപോഡ. അത് നമ്മൾ ഓർക്കുന്നത്. ആർത്രോപോഡയുടെ റെസ്പിറേറ്ററി ഓർഗനുകളാണിത്. ഗിൽസ്, ബുക്ക് ലങ്സ്, ട്രക്കിയൽ സിസ്റ്റം. അപ്പൊ ഇതില് നമുക്ക് പരീക്ഷ ചോദിക്കുമ്പോൾ റെസ്പിറേറ്ററി ഓർഗൻ ഓഫ് ആർത്രോപോഡ, റെസ്പിറേറ്ററി ഓർഗൻ ഓഫ് ആർത്രോപോഡ എന്ന് പറഞ്ഞു തന്നിട്ട് ഇതിൽ ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം വരാം. ഗിൽസ് വരാം, ബുക്ക് ലങ്സ് വരാം, ട്രക്കി വരാം. ഇതെല്ലാം അതിന്റെ റെസ്പിറേറ്ററി ഓർഗനാണ്. പക്ഷെ നമ്മുടെ നോർമൽ ലങ്സ് ഇല്ല, നമുക്ക് ലങ്സ് അല്ലേ ഉള്ളൂ, ലങ്സ് ഇവയിൽ കാണുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഗിൽസ്, ബുക്ക് ലങ്സ്, ട്രക്കിയൽ സിസ്റ്റം എന്നിവയൊക്കെ ആർത്രോപോഡയുടെ റെസ്പിറേറ്ററി ഓർഗൻസ് ആണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ഓപ്പൺ. സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പ് ആണ്. ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ഒരു ഫൈലമാണ് ആർത്രോപോഡ. ഇനി മറ്റൊരു ഫൈലം പഠിക്കുന്നത് ഹെമികോഡേറ്റയാണ്, അത് പിന്നീട് പഠിക്കും. അപ്പൊ സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പ് ആണ്, തുറന്ന രക്തവരീന വ്യവസ്ഥ. അത് നമ്മൾ നേരത്തെ പഠിച്ചാണ്. സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പ് ആയിട്ട് വരുന്ന ഫൈലമാണ് ആർത്രോപോഡ എന്ന് പറയുന്നത്. പിന്നെ ഈ ഫൈലത്തില് സെൻസറി ഓർഗൻസ് ലൈക്ക് ആന്റിന, അതിന്റെ തലയുടെ മുകളിൽ 2 ആന്റിന പൊങ്ങി നിൽക്കുന്നതാണ്. ആന്റിന, ഐസ്, 2 തരത്തിലുള്ള കോമ്പൗണ്ട് ഐസും ഉണ്ട്, സിമ്പിൾ ഐസും ഉണ്ട്. സ്റ്റാറ്റോസിസ്റ്റ് ഫോർ ബാലൻസ് ഓർഗൻ, ശരീരം ബാലൻസ് ചെയ്യുന്ന സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഓർഗനുകളുണ്ട്. ആ പ്രസന്റ് ഇതെല്ലാം ഉണ്ട്. അപ്പം ആന്റിന ഉണ്ട്, ഐസ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ആൻഡ് സിമ്പിൾ ഐസ് ഉണ്ട്,
സ്റ്റാറ്റോസിസ്റ്റ് ഉണ്ട്. ഈ ബാലൻസിങ് ഓർഗൻ ഇപ്പം നമ്മൾ വണ്ടികളെയൊക്കെ മറിച്ചിട്ടാ അത് കുറച്ചൊക്കെ കിടന്നിട്ട് പടച്ച് പിന്നെ തിരിഞ്ഞു വരുന്നതായിട്ടുണ്ടാവും. അതിന്റെ ബാലൻസ് ഓർഗൻ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്. വണ്ടികളെയും മറ്റും പാറ്റയൊക്കെ നമ്മൾ പിടിച്ച് തലതിരിച്ച് അതിന്റെ മറുവശം കാല് മുകളിലേക്കാക്കി ഇട്ടാലും കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ പടച്ച് തിരിച്ചു വരും. അതിന്റെ ബാലൻസിങ് ഓർഗൻ ഉപയോഗിച്ച് അതിന്റെ ബോഡി ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേസമയം അങ്ങനെ മറിഞ്ഞു കിടക്കുമ്പോൾ അതിന് ബാലൻസ് കിട്ടത്തുമില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയുള്ള സെൻസറി ഓർഗൻ നമ്മൾ ഇതുവരെ പഠിച്ച ഒരു കാര്യത്തിൽ സെൻസറി ഓർഗൻ പഠിച്ചിട്ടില്ല അല്ലേ? ഈ സെൻസറി ഓർഗൻ ഇവിടെ മുതലാണ് തുടങ്ങുന്നത്. ആന്റിനി ഉണ്ട്, ഐസ് ഉണ്ട്, സ്റ്റാറ്റോസിസ്റ്റ് ഉണ്ട്. ഇതങ്ങനെയുള്ള പലതരത്തിലുള്ള സെൻസറി ഓർഗനുള്ള ജീവികളാണ് ആർത്രോപോഡ. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ് എക്സ്ക്രീഷൻ ടേക്സ് പ്ലേസ് ത്രൂ മാൽപീജിയൻ ട്യൂബ്യൂൾസ്. ആർത്രോപോഡയുടെ എക്സ്ക്രീറ്ററി ഓർഗന്റെ പേരാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. മാൽപീജിയൻ ട്യൂബ്യൂൾസ് എന്നറിയപ്പെടുന്ന എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇതിൽ കാണുന്നു. അപ്പോൾ നമ്മൾ ഒന്നുകൂടി എന്തൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ്? ഒന്ന്, ലാർജസ്റ്റ് ഫൈലം എന്നുള്ള പോയിന്റ് ഓർത്തിരിക്കുക. പിന്നെ അവയ്ക്ക് ഒരു കൈറ്റിന്റെ സെക്സോസ്കെലറ്റനുള്ള ബോഡി കവറിംഗ് ഉണ്ട്. ബോഡിക്ക് ഹെഡ്, thorax, abdomen ഇങ്ങനെ 3 റീജിയനുണ്ട്. ബോഡി ജോയിന്റഡ് അപ്പൻഡേജ് കൊണ്ട് നിർമ്മിച്ചത്, അതിന്റെ ശരീരത്തിൽ ജോയിന്റഡ് അപ്പൻഡേജ് ആണ് ഉള്ളത്. പിന്നെ ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ ആണ്. പിന്നെ എക്സ്ക്രീഷൻ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഉപയോഗിച്ചാണ് നടക്കുന്നത്. ഇതൊക്കെ 1 മാർക്കിലൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഒക്കെ. പിന്നെ മോസ്റ്റ്ലി ഡൈഷ്യസ്, ഇപ്പൊ ഡൈഷ്യസ് ഓർഗാൻസ് ആണ്. അതായത് മെയിലും ഫീമെയിലും വേറെ വേറെ ജീവികളാണ്. ഫെർട്ടിലൈസേഷൻ ഇന്ത്യയാണ് ഫെർട്ടിലൈസേഷൻ. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോയിന്റാണ് ഞാൻ വേഗം പറയുന്നത്. പിന്നെ മോസ്റ്റ്ലി ഒവിപാരസ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒവിപാരസ്, ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒവിപാരസ് ആർക്കെങ്കിലും അറിയാം? ഒവിപാരസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒവിപാരസ് അറിയാമെങ്കിൽ പറയാം. ഒവിപാരസ് ആരെങ്കിലും അറിയൂ? കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒവിപാരസ്? പറയൂ. എക്സ് ലേ ചെയ്യുന്ന ജീവികളാണ് ഒവിപാരസ് എന്ന് പറയുന്നത്. ലേയിങ് എക്സ്. ഓക്കെ, വെരി ഗുഡ്. ഒവിപാരസ് എന്ന് പറയുന്നതാണ് എഗ് ലേയിങ്, മുട്ടയുടെ ജീവികളെയാണ് നമ്മൾ ഒവിപാരസ് എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ പഠിക്കാത്തൊരു വാക്കായാണ് ഞാൻ ചോദിച്ചത്. ഒവിപാരസ് പ്രസവിക്കുന്ന ജീവികൾ എന്ന് പറയുന്നത് അറിയാമോ? ഒവിപാരസ് എന്ന് പറയുന്നത് മുട്ടയുടെ ജീവികൾ. പ്രസവിക്കുന്ന ജീവികളാണെങ്കിൽ അത് അതിന് എന്താ വാക്കാൻ ചോദിച്ചു? ഒവിപാരസ് പോലെ വാക്കെന്താ പറയുന്നത്? ഒവിപാരസ്, എഗ് ലേയിങ്, വിവിപാരസ്. ഓക്കെ, വിവിപാരസ് എന്നാണ് പറയുക. അതായത് ഒവിപാരസ് എന്ന് പറഞ്ഞാൽ എഗ് ലേയിങ്, വിവിപാരസ് എന്ന് പറഞ്ഞാൽ ഗിവിംഗ് ബർത്ത് എന്നാണ്, പ്രസവിക്കുന്ന ജീവികൾ. ഇനി വേറെ ജീവികളുണ്ട് ഓവോ വിവിപാരസ്. അതറിയാമോ എന്താണ് ഓവോ വിവിപാരസ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? മുട്ടയുടെയും പ്രസവിക്കുകയും ചെയ്യും, അങ്ങനെയാണോ? ഓവോ വിവിപാരസ് അല്ല. നമ്മൾ ഈ മാമൽസിന് ചില എക്സാമ്പിളുകൾ പഠിച്ചിട്ടുണ്ട്. ചില മാമൽസ് പ്രസവിക്കുമെങ്കിലും അതൊക്കെ ശരിക്കും മുട്ടയിടുമെങ്കിലും അവ കുഞ്ഞുങ്ങളെ പാലിട്ട് വളർന്ന ജീവികളുണ്ട്. കേട്ടിട്ടുണ്ടോ? പ്ലാറ്റിപ്പസ് അങ്ങനെയൊക്കെ ജീവികൾ, എക്കിഡ്ന അങ്ങനെയുള്ള ജീവികൾ മാമൽസ് വരുന്നതാണ്. ആ ജീവികളാണ് ഓവോ വിവിപാരസ് പറയുന്നത്. അവ മുട്ടയിടുകയാണ് ചെയ്യുന്നത്, പക്ഷെ കുഞ്ഞുങ്ങളെ പാലൂട്ടിയാണ് വളർത്തുന്നത്. അങ്ങനെയുള്ള ജീവികളെ നമ്മൾ ഓവോ വിവിപാരസ് എന്ന് പറയും. അപ്പൊ അതൊക്കെ നമുക്ക് പിന്നെ വരുന്നുണ്ട് പറയാം. ഇപ്പൊ ഇവിടെ ഒവിപാരസ് എന്ന് പറഞ്ഞാൽ എഗ് ലേയിങ് ആണ്. അറിയാത്തവർ ആ വാക്കിന്റെ അർത്ഥം എഴുതിയിട്ടുണ്ട്. ഒവിപാരസ് മീൻസ് എഗ് ലേയിങ്, മുട്ടയുടെ ജീവികൾ ഒവിപാരസ്. ഡെവലപ്മെന്റ് മേബി ഡയറക്ടർ ഇൻഡയറക്ട്. ഡെവലപ്മെന്റ് ഡയറക്ടർ ഇൻഡയറക്ട് ആണ്. ലാർവയുള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ അതിന്റെ ജനറൽ ക്യാരക്ടേഴ്സ് പറയുന്നത്. ഇനി എക്സാമ്പിളുകൾ കുറെ പഠിക്കാനുണ്ട് അല്ലെ? എക്സാമ്പിൾ നോക്കി എന്തൊക്കെ തരത്തിലുള്ള എക്സാമ്പിൾ ഉണ്ട്. ഒന്ന്, എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ഇൻസെക്ട്സ്. ഇവയിൽ ചിലത് എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത്. സാമ്പത്തിക പ്രാധാന്യമുള്ള ഇൻസെക്ട് ഉണ്ട്. ഒന്ന് ഏപ്പിസ് അല്ലെങ്കിൽ ഹണിബി. ഏപ്പിസ് ഇൻഡിക്ക എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ഹണിബി, തേനീച്ച. അത് ഒരു എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ഇൻസെക്ട് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഹണിബി എന്ന് പറഞ്ഞാൽ നമ്മൾ കൾച്ചർ ഉപയോഗിക്കുന്നത്. എപ്പി കൾച്ചർ എന്ന് കേട്ടിട്ടുണ്ടോ? തേനീച്ച വളർത്താൻ. അതുവഴി നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ പറ്റും. തേൻ വളരെ വിലപിടിപ്പുള്ള വസ്തുവാണ്. അതാണ് ഒരു എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് പറയാനുള്ള കാരണമാണ് ഏപ്പിസ് അല്ലെങ്കിൽ ഹണിബി. മറ്റൊന്ന് ബോംബിക്സ് അല്ലെങ്കിൽ സിൽക്ക് വെൻ. ബോംബിക്സ് മോറി എന്ന് പറഞ്ഞാൽ സിൽക്ക് വെൻ. പട്ടുനൂൽ പുഴു എന്ന് പറയുന്നത് അറിയാമോ? ബോംബിക്സ്, സിൽക്ക് വെൻ. പിന്നെ ലാക്സിഫർ. ലാക്ക എന്ന് പറഞ്ഞാൽ ലാക്ക് ഇൻസെക്ട്. അത് ഈ ഗമ്മൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി, പശ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസെക്ട് ആണ് ലാക്ക് ഇൻസെക്ട് എന്ന് പറയുന്നത്. ഈ 3 ജീവികളാണ് ഈ ഗ്രൂപ്പിൽ നിന്നുള്ള എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുക. ഏപ്പിസ്, ബോംബിക്സ് ആൻഡ് ലാക്സിഫർ. ഏപ്പിസ് എന്ന് പറഞ്ഞാൽ തേനീച്ചയാണ്. ബോംബിക്സ് എന്ന് പറഞ്ഞാൽ പട്ടുനൂൽ പുഴുവാണ്. ലാക്സിഫർ എന്ന് പറയുന്നത് ലാക്ക് ഇൻസെക്ട് എന്ന് പറയുന്നത് ലാക്സിഫർ ലാക്ക എന്ന് പറയും. ഇത് പശ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ ഈ 3 ജീവികളും അതിനകത്ത് എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ഇൻസെക്ട്സ് ആണ്. പിന്നെ 3 വെക്ടേഴ്സ് ഉള്ളത്. വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ രോഗം പരത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ജീവികൾ. പല രോഗങ്ങളെ പരത്തുന്നതുകൊണ്ട് അതിന് വെക്ടർ എന്ന് പറയുന്നത്. വേറെ ഏതെങ്കിലും ഒരു ജീവിയെ ശരീരത്തിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന ജീവികൾ. അത് കൊതുകുകളാണ് പറയാനായിട്ട്. ഏതൊക്കെയാണ്? അനോഫിലസ്, ക്യൂലെക്സ് ആൻഡ് ഈഡിസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അനോഫിലസ് കൊതുകുകൾ, ക്യൂലസ് കൊതുകുകൾ, ഈഡിസ് കൊതുകുകൾ. നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള കൊതുകുകളാണ് അല്ലെ? അനോഫിലസ് കൊതുകുകൾ, ക്യൂലക് കൊതുകുകൾ, ഈഡിസ് കൊതുകുകൾ. ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ഈ ഈഡിസ് കൊതുകുകളാണ്. എല്ലാം മൊസ്കിറ്റോസ് ആണ് അല്ലെ? കൊതുകുകളാണ്. 3 തരം കൊതുകുകൾ: അനോഫിലസ്, ക്യൂലെക്സ് ആൻഡ് ഈഡിസ്. അറിയാമല്ലോ? അനോഫിലസ് എല്ലാം ഫീമെയിൽ കൊതുകുകളാണ് രോഗം വരുന്നത്. അനോഫിലസ് കൊതുക് വരുന്നത് മലേറിയ അല്ലെങ്കിൽ മലമ്പനി അല്ലെ? ക്യൂലസ് കൊതുകുകളാണ് മന്ത് വരുന്നത്. ഈഡിസ് ആണ് ഡെങ്കിയും ചിക്കുൻഗുനിയൊക്കെ പരത്തുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ വെക്ടേഴ്സ് പറയാനുള്ള കാരണമാണ്. രോഗകാരികളായ ജീവികളെ ശരീരത്തിൽ വഹിച്ച് മറ്റുള്ളവർക്ക് രോഗം ഉണ്ടാക്കുന്ന വെക്ടറുകളാണ് കൊതുകുകൾ.
അതിന് എക്സാമ്പിളാണ് അനോഫിലസും ക്യൂലക്സും ഈഡിസും ഒക്കെ. പിന്നെ മറ്റൊന്ന് ഗ്രിഗേറിയസ് പെസ്റ്റ്. നമ്മുടെ കൃഷിക്കൊക്കെ നാശം ഉണ്ടാക്കുന്ന അപകടകാരിയായ ഒരു പെസ്റ്റാണ്, കീടമാണ് ലോക്കസ്റ്റ് അല്ലെങ്കിൽ ലോക്കസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ ചിത്രം അതിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ലോക്കസ്റ്റ് നമ്മൾ വെട്ടിക്കിളി എന്നൊക്കെ പറയും. ഈ വിട്ടിൽ പോലിരിക്കുന്ന ഒരു ജീവിയാണ് ലോക്കസ്റ്റ്. ലോക്കസ്റ്റ് ഈ നെൽക്കതിരൊക്കെ വെട്ടി നശിപ്പിക്കുന്ന ഒരു ജീവിയാണ് ലോക്കസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ ഗ്രിഗേറിയസ് പെസ്റ്റ് എന്നാണ്. ഇതൊക്കെ നമ്മളെ പേര് ഓർക്കണം. ഗ്രിഗേറിയസ് പെസ്റ്റിന്റെ എക്സാമ്പിൾ ആണ് ലോക്കസ്റ്റ് അല്ലെങ്കിൽ ലോക്കസ്റ്റ്. ഈ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു എക്സാമ്പിൾ ആണ് ലിവിംഗ് ഫോസിലായിട്ട് കാണുന്ന ലിമുലസ് അല്ലെങ്കിൽ കിങ് ക്രാബ്. എന്താണ് ലിവിംഗ് ഫോസിൽ എന്ന് പഠിച്ചിട്ടുണ്ടോ? ലിവിംഗ് ഫോസിൽ എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ ജിയോളജിക്കൽ ടൈം തുടങ്ങിയ ഭൂമിയുടെ അല്ലെങ്കിൽ ജീവനുള്ള ഗ്രൂപ്പില് ജീവജാലങ്ങൾ തുടങ്ങിയ സമയം മുതൽ കാണുന്നതും ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഒരു ജീവി കൊണ്ട് മാത്രം തിരിച്ചറിയപ്പെടുന്നതുമായ ജീവികളാണ് നമ്മൾ ലിവിംഗ് ഫോസിൽ എന്ന് പറയുന്നത്. അതിന് കൂടുതലുള്ള മറ്റു ജീവികളെല്ലാം എക്സ്റ്റിങ്ക്ട് ആയി പോയിട്ടുണ്ടാവും, നാമാവശേഷമാണ്. ഈ ഒരു ഗ്രൂപ്പ് മാത്രമേ അവശേഷിക്കുന്നത്. വളരെ പുരാതന കാലം മുതൽ കണ്ടുവരുന്ന ജീവിയാണ്. അതിൽ കൂടുതലുള്ള മറ്റു ജീവികളെല്ലാം നശിച്ചുപോയി, ഈ ജീവി മാത്രം നിലനിൽക്കുന്നു. അങ്ങനെയുള്ളതിനെ നമ്മൾ ലിവിംഗ് ഫോസിൽ എന്നാണ് പറയുന്നത്. ജീവിച്ചിരിക്കുന്ന ഫോസിൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, മരിച്ചുപോയ ജീവികളുടെ അവശിഷ്ടങ്ങളെയാണ് നമ്മൾ ഫോസിൽ എന്ന് പറയുന്നത്. ഇവിടെ മരിച്ചുപോയതല്ല, ജീവനുള്ള ജീവിയാണ്. കിങ് ക്രാബ് എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന ഒരു ജീവിയാണ്, ഇപ്പൊ ജീവിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഗ്രൂപ്പിൽ വേറെ ജീവികളൊന്നുമില്ല, ആ ജീവി മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ജീവികളെയാണ് നമ്മൾ ലിമുലസ് അല്ലെങ്കിൽ കിങ് ക്രാബ് ലിവിംഗ് ഫോസിലായിട്ട് വരുന്നതിന്റെ കാരണം അതാണ്. അപ്പൊ ലിവിംഗ് ഫോസിലും ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക്. ലിവിംഗ് ഫോസിലിന്റെ എക്സാമ്പിൾ ആയിട്ട് ലിമുലസ് അല്ലെങ്കിൽ കിങ് ക്രാബ് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ എക്കണോമിക്കലി ഇമ്പോർട്ടൻസ് ആയിട്ട് 3 ഉണ്ട്: ഏപ്പിസ്, ബോംബിക്സ്, ലാക്സിഫർ ലാക്ക. വെക്ടറായിട്ട് അനോഫിലസ്, ക്യൂലക്സ്, ഈഡിസ്. ഗ്രിഗേറിയസ് പെസ്റ്റ്, ലോക്കസ്റ്റ്. പിന്നെ ലിവിംഗ് ഫോസിൽ ലിമുലസ് അല്ലെങ്കിൽ കിങ് ക്രാബ്. രണ്ടുപേരും പഠിക്കണം. ലിമുലസ് എന്നുള്ള പേരും കിങ് ക്രാബ് എന്നുള്ള പേരും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്രയാണ് നമ്മൾ ആർത്രോപോഡയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. അപ്പം ആർത്രോപോഡയെ നമ്മൾ പറഞ്ഞിരിക്കേണ്ട ക്യാരക്ടർ എന്തൊക്കെയാണ്? ഒന്ന്, ലാർജസ്റ്റ് ഫൈലമാണെന്ന് ഓർത്തിരിക്കുക. അതിന്റെ ബോഡി കവറിങ്ങിന് ഒരു കൈറ്റിനസ് എക്സോസ്കെലറ്റൻ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ബോഡിക്ക് 3 ഡിവിഷൻ ഉണ്ട്: ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ. പിന്നെ അപ്പൻഡേജസ് എല്ലാം ജോയിന്റഡ് ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ എക്സ്ക്രീറ്ററി ഓർഗൻ മാൽപിജിയൻ ട്യൂബ്യൂൾസ് ആണെന്ന് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പോയിന്റ് ആയിട്ട് നമ്മൾ അതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും പോയിന്റ്സ് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഏറ്റവും വലിയ ഫൈലം ആർത്രോപോഡയാണ്. അവയുടെ ശരീരത്തിൽ പറഞ്ഞ എക്സോസ്കെലറ്റൻ കവറിംഗ് ഉണ്ട്. പിന്നെ ബോഡിക്ക് ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ എന്നിങ്ങനെ 3 ഡിവിഷൻസ് ഉണ്ട്. അവരുടെ ബോഡി ജോയിന്റഡ് അപ്പൻഡേജസ് ആണ് കാണുന്നത്. പിന്നെ ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ ആണ്. മാൽപിജി ട്യൂബുലാണ് എക്സ്ക്രീറ്ററി ഓർഗൻസ്. ഇതൊക്കെ 1 മാർക്കിനും കൂടി ചോദിക്കാറുണ്ട്. പിന്നെ ചിത്രങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ലോക്കസ്റ്റ് ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, സ്കോർപ്പിയൻ ഉണ്ട്, ക്രോൺ ഉണ്ട്. ഇതൊക്കെ ആർത്രോപോഡയുടെ വിവിധതരം എക്സാമ്പിളുകളാണ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ എക്സാമ്പിളുകൾ കൂടാതെ ഏറ്റവും വലിയ ഫൈലമായതോട് ധാരാളം എക്സാമ്പിളുകൾ നമുക്ക് ചുറ്റുപാടും കാണാൻ പറ്റുന്ന ഒരു ഫൈലമാണ് ആർത്രോപോഡ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആർത്രോപോഡയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ഞാൻ ചോദിക്കാം. ഈ പിന്നെ മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. നമുക്ക് പ്രധാനമായിട്ടും 2 ഫൈലാണ് നമ്മൾ പഠിച്ചത്, അനയുടെയും ആർത്രോപോഡയും. അപ്പൊ നമ്മൾ ഇനി 7 ഫൈലമായി. ഈ ഫൈലെല്ലാം പഠിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഏകദേശം ഒരേ ക്യാരക്ടേഴ്സ് കുറെ എണ്ണത്തിൽ ഒരേപോലെ വരുന്നുണ്ട്. അതൊക്കെ നന്നായി പഠിക്കുക. നന്നായി പഠിച്ചിട്ട് അടുത്ത ക്ലാസ് വരുമ്പോൾ ഇതെല്ലാം പഠിച്ചിട്ട് വരണം. ഞാൻ ബുക്കിലൊക്കെ നോക്കാതെ ഉത്തരം പറയണം. നന്നായി പഠിച്ചു വെക്കുക. അങ്ങനെ അന്നേരം പഠിച്ചൊഴിച്ച് പോയാലേ നമുക്ക് കിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞാൽ മറക്കേണ്ട ക്വസ്റ്റ്യന്റെ നമ്മൾ നേരത്തെ ഈ ചാപ്റ്ററിന് മുൻപ് ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ നോക്കി ഈ ഭാഗത്ത് നിന്ന് നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം കണ്ടെത്തി അതിന്റെ ഉത്തരങ്ങളെല്ലാം പഠിച്ചു വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് കാര്യങ്ങളാകുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കുക. അപ്പോ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. നമ്മൾ ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതേപോലെ രാവിലെ 8 മണിക്ക് ഇതേപോലെ ക്ലാസ് എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങൾക്ക് 11 മണിക്ക് ക്ലാസ് ആക്കിയതുകൊണ്ട് നമുക്ക് സൗകര്യമാണ്. അപ്പൊ ഏതൊക്കെ ദിവസം പറ്റുന്നുള്ളത് അടുത്ത ക്ലാസ്സിന്റെ വൈകുന്നേരം അറിയിക്കുള്ളൂ. കാരണം രാവിലെ ചിലപ്പോൾ സ്കൂളിൽ പോകേണ്ട മറ്റെന്തെങ്കിലും അത്യാവശ്യം നമുക്ക് നടക്കത്തില്ല. അതിനനുസരിച്ച് നമുക്ക് ഇനി ഇടയ്ക്ക് കുറച്ച് ക്ലാസ് എടുത്താലേ നമുക്ക് കുറച്ച് തീരും. വളരെ നമ്മൾ ചെറിയൊരു ഭാഗമല്ലേ ആയിട്ടുള്ളൂ. നമുക്ക് 11 ചാപ്റ്റർ പഠിക്കാൻ നമ്മൾ 2ാമത്തെ ചാപ്റ്ററിൽ എത്തിയതേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവസാനം നമ്മൾ ഭയങ്കര തിരക്ക് വെക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ 8 മണിക്ക് ക്ലാസ് ഉണ്ടാവും. അത് ഏതൊക്കെ ദിവസമാണ് തലേദിവസം നിങ്ങൾ നോക്കണ. ഒരു 9 മണിക്ക് മുമ്പായിട്ട് ഞാൻ തലേദിവസം ഇടും. രാവിലെ എടുക്കുന്ന കുറച്ചുകൂടെ സൗകര്യം തോന്നും. നമുക്ക് വലിയ പ്രശ്നമില്ലാതെ കിട്ടുന്നത്. 1-2 പേർക്ക് മൈക്ക് ഓൺ ആകുന്നില്ല എന്ന് മെസ്സേജ് വന്നു. സാരമില്ല, അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കും. നമ്മൾ നെറ്റിന്റെ കാര്യമല്ലേ, അതൊന്നും സാരമില്ല. പക്ഷെ നിങ്ങൾ ക്ലാസ് നന്നായി ശ്രദ്ധിക്കാൻ കേട്ടല്ലോ ക്ലാസ്. പിന്നെ നന്നായി അത് എല്ലാം വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പേഴ്സണലായിട്ടോ അല്ലാതെയോ നിങ്ങൾക്ക് ചോദിക്കാം. ഗ്രൂപ്പിൽ ചോദിച്ചാലും മതി. മനസ്സിലാകാത്തായിരിക്കും. ഞാൻ ഒരു തിരുത്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അത് നിങ്ങൾ എല്ലാവരും നോക്കുക. അനലിഡേറ്റില് നമ്മൾ അനലിഡേറ്റ് നോട്ടില് കൊടുത്തിരിക്കുന്നത് നമ്മൾ പിന്നെ റേഡിയൽ സിമെട്രിക്കൽ അത് മാറ്റി ബൈലാറ്ററൽ സിമെട്രിക്കൽ ആക്കണം. അത് നോട്ട് ചെയ്തിട്ടില്ല, അതൊന്നും നോക്കുക. അതിന്റെ 2ാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ റേഡിയൽ സിമെട്രിക്കൽ മാറ്റി ബൈലാറ്ററൽ സിമെട്രിക്കൽ ആക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ എല്ലാവർക്കും ബൈ. അടുത്ത ക്ലാസ്. ഓക്കെ. Thank you, sir. Have a nice day.